വെൽക്കം ടു എജുപോർട്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് പഠിക്കായിരിക്കും അല്ലേ? നമ്മൾ ഇതേ 6ാം ക്ലാസ്സിൽ ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദേ മിലേ സബുക്കോ അല്ലെ, മിലേ സബുക്കോ എന്ന് പറഞ്ഞ ഒരു കവിത. അതായത് ഒരു ചെറിയ അടിപൊളി കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കവിത പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ആസ്വാദന ടിപ്പണി ചോദിക്കില്ലേ അല്ലെ? ആസ്വാദന കുറിപ്പ് ചോദിക്കാറില്ലേ നിങ്ങളുടെ അടുത്ത്? അതാണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏത് കവിതയുടേതാണ്? ദേ മിലേ സബുക്കോ. കണ്ടോ, മിലേ സബുക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആത്മരഞ്ജൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ആ കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മിസ് വന്നിരിക്കുന്നത്. റെഡി അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ആസ്വാദന ടിപ്പണി ചോദിക്കും. അതാണ് മിസ് ഇത് പറഞ്ഞു തരുന്നത്. നോക്കിയോ, ആസ്വാദന ടിപ്പണി എന്താണ്? കവിത കാ ആശയ ലിഖേം. എന്താണ്? കവിതയുടെ ആശയം എഴുതൂ. കവിത കാ ആശയ ലിഖേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം ലിഖേ, എഴുതൂ എന്നാ പറഞ്ഞത്. നോക്കിയാലോ, നമ്മള് എഴുതി നോക്കുകയല്ലേ? റെഡി? യെസ്. നോക്കിയേ, ആദ്യം തന്നെ എന്താണ്? കവിത മിലേ സബ്കോ മേം കവിയത്രി ആത്മരഞ്ജൻ ने यह संदेश दिया है. എന്താ പറഞ്ഞിരിക്കുന്നേ? കവിതയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കവിത മിലേ സബ്കോ. കണ്ടോ, മിലേ സബ്കോ മേം എന്ന് പറഞ്ഞാൽ എന്താണ്? മിലേ സബ്കോയിൽ. മേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽ അല്ലെ? കവിത മിലേ സബ്കോയിൽ. എന്താണ്? കവിയത്രി ആരാണ്? ആത്മരഞ്ജൻ എന്താണ്? യഹ് സന്ദേശ് ദിയാ ഹേ, ഈ സന്ദേശമാണ് നൽകുന്നത് അല്ലെ? ദിയാ ഹേ, എന്ത് സന്ദേശമാണ് നൽകുന്നത് ആത്മരഞ്ജൻ കവിയത്രി? അതില് പ്രകൃതി की सभी चीजें जैसे मिट्टी, हवा, धूप, पानी सबको समान रूप से मिलनी चाहिए. എന്താശയമാണ്, എന്ത് സന്ദേശമാണ് കവിയത്രി നൽകിയിരിക്കുന്നത്? പ്രകൃതിക്ക് സബീ ചീസേം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാവർക്കും തുല്യമായി ലഭിക്കണം എന്നാണ് കവിയത്രി പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ വസ്തുക്കളാണടാ? ഏതൊക്കെ വസ്തുക്കളായിരുന്നു കവിതയിൽ നമ്മൾ പഠിച്ചത്? മിട്ടി, ഹവ, ധൂപ്പ്, പാനി അല്ലെ? മിട്ടി മണ്ണ്, ഹവ വായു, ധൂപ്പ് വെയില്, പാനി വെള്ളം. ഇതെല്ലാം എന്താണ്? സമാൻ രൂപ് സേ മിൽനി ചാഹിയേ. എന്താണ്? എല്ലാവർക്കും ഒരുപോലെ അല്ലെ? ഒരുപോലെ ലഭിക്കണം എന്നാണ് കവിയത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയോ. जैसे पौधों को उगने के लिए मिट्टी, पानी और धूप चाहिए, वैसे ही हर जीव और इंसान को जीने के लिए अपनी जमीन और खुला आसमान चाहिए. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേടാ? സസ്യങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് എന്ത് വേണം? മണ്ണ് വേണം. പൗധം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടിയാണ് അല്ലേ? ചെടികൾക്ക് വളരാൻ, ഉഗ്നേക്കേലിയെ, ചെടികൾക്ക് വളരാൻ എന്ത് വേണം? മണ്ണ് വേണം. മണ്ണ് ആവശ്യമാണ്. ഓർ ധൂപ്പ് ചാഹിയേ, പാനി ഓർ ധൂപ്പ്. പിന്നെ എന്ത് വേണം? വെള്ളം വേണം, വെയിലും വേണം ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട്. ബൈസേഹി, അതുപോലെ തന്നെ. ബൈസേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ जी और इंसान को जीने के लिए अपनी जमीन और खुला आसमान चाहिए. മനുഷ്യന്മാർക്ക്, ചെടികൾക്ക് വേണ്ടതുപോലെ മനുഷ്യന്മാർക്ക് എന്ത് വേണടാ? അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയും തുറന്ന ഒരു ആകാശവും ലഭിക്കണം എന്നാണ് പറഞ്ഞത്. ജമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയും വേണം. ഖുലാ ആസ്മാൻ, തുറന്ന ആകാശവും വേണം മനുഷ്യന്മാർക്ക്. ചെടിക്ക് വളരാൻ എന്താ? വെയിലും മണ്ണും വെള്ളവും വേണം. അതേപോലെ മനുഷ്യന്മാർക്ക് വളരാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു ഭൂമി വേണം, ജീവിക്കാൻ ഒരു ഭൂമി വേണം. പിന്നെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കണം, ആകാശം പോലെ എന്നാ പറഞ്ഞത്. റെഡി അല്ലേ? അടുത്തത് കവിയത്രി കവി എഴുതിയ ആള്. കവിയത്രി ചാത്തി ഹേ, കവിയത്രി ആഗ്രഹിക്കുന്നത്. എന്താണ് ആഗ്രഹിക്കുന്നത്? ചാത്തി എന്ന് പറഞ്ഞാല് ആഗ്രഹിക്കുക. എന്താണ് കവിയത്രി ആഗ്രഹിക്കുന്നത് നോക്കിയോ. कि दुनिया में कोई भी वंचित न रहे. എന്താണ്? ലോകത്ത് ആരും എന്താവരുത്? ബാക്കിലായി പോവരുത്, പിന്നിലായി പോവരുത്, അതായത് തോറ്റു പോവരുത് എന്നാണ് കവിയത്രി ആഗ്രഹിക്കുന്നത്. ദുനിയാമേം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൽ ആരും
അല്ലെ, ലോകത്തിൽ ആരും പിന്നിലായി പോവരുത്, തോറ്റു പോവരുത് എന്നാണ് കവയത്രി ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഹർ കിസി കോ ഉഗ്നെ ഗിൽനെ ഓർ ജീനെ കാ അവസർ മിലെ, എല്ലാവർക്കും എന്തിനുള്ള അവസരങ്ങൾ ലഭിക്കണം എന്നാ പറഞ്ഞത്? വളരാനും വലുതാവാനും ജീവിക്കാനും ഒക്കെയുള്ള അവസരം എല്ലാവർക്കും ലഭിക്കണം എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അവസർ മിലെ, അവസരം ലഭിക്കണം. കണ്ടോ? അവസരം ലഭിക്കണം. സെറ്റ് അല്ലേ? ലാസ്റ്റത്തെ നോക്കിയോ ആശയത്തില്. കവിതയുടെ ആശയം ലാസ്റ്റ് ആണ് മിസ് പറയുന്നത്. യഹ് കവിത സമാനത प्रेम और जीवन के अधिकार की भावना को സുന്ദർ രൂപ में വ്യക്ത करती है. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നേടാ? യഹ് കവിത, ഈ കവിത. യഹ് കവിത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കവിത. ഓക്കെ, ഈ കവിത എന്താണ്? സമാനത, പ്രേം ഓർ ജീവൻ കെ അധികാർ കി ഭാവന. ഈ കവിത എന്തൊക്കെയാ പറയുന്നത്? സമാനത, സമാനത എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വം അല്ലെ? സമത്വവും പ്രേം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. സ്നേഹവും സമത്വവും ജീനേക്ക് അധികാർ കി ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാനുള്ള അവകാശവും അല്ലെ? ജീവിക്കാനുള്ള അവകാശം എന്നിവയെ കുറിച്ചിട്ടാണ് ഈ കവിത എന്താക്കുന്നത്? വ്യക്തമാക്കുന്നത് അല്ലെ? ജീവിക്കണം, ജീവിക്കേണ്ട ആവശ്യം അല്ലെ? എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കണം, നല്ല വലിയ ആകാശം വേണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതാണ് പറഞ്ഞത്. ജീവിക്കാനുള്ള അവകാശത്തിനെ കുറിച്ചിട്ടാണ് ഈ കവിത വ്യക്ത കർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമാക്കുന്നത്. വ്യക്ത കർത്തി ഹേ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ലാസ്റ്റത്തെ നോക്കിയോ. हर व्यक्ति को जीवन जीने के लिए समान अवसर और आवश्यक साधन मिलने चाहिए. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? ഹർ വ്യക്തിക്കോ, എല്ലാ വ്യക്തികൾക്കും. ഹർ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വ്യക്തികൾക്കും എന്ത് വേണം? ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തുല്യമായിട്ടുള്ള അവസരങ്ങളും പിന്നെ ജീവിക്കാനുള്ള ഒരുപാട് സാധനങ്ങളും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ലഭിക്കണം എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, നോക്കിയേ. ജീവൻ ജീനെ കെ ലിയേ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമാന അവസർ. സമാന അവസർ എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യ അവസരങ്ങൾ. എന്താ അങ്ങനെ പറഞ്ഞത്? തുല്യ അവസരങ്ങള്. പണക്കാരൻ, ഒരുപാട് പണമുള്ള ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയാണ്, പണം ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് കുറച്ച് അവസരങ്ങൾ ലഭിക്കുകയാണെന്ന് വിചാരിച്ചേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അതാണ് കവിതയിൽ പറഞ്ഞത്. എന്ത്? എല്ലാ മനുഷ്യന്മാർക്കും, ഹർ ഇൻസാൻ, എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കണം എന്ന് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? കവിതയുടെ ആശയം ചോദിക്കും കേട്ടോ. കവിത പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ കവിതയുടെ ആശയം നമുക്ക് എക്സാമിന് ഉണ്ടാവും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാവുന്നില്ല, ഹിന്ദി ഒരു വട്ടം വായിച്ചിട്ട് വാക്കുകളൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മിസ്സേ എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മിസ് ഇതേ ഇവിടെ നിങ്ങൾക്ക് മലയാളവും കൊടുത്തിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഒരു വരി ഹിന്ദി വായിച്ചതിന് ശേഷം അതിന്റെ മലയാളം വായിച്ചു നോക്കുക, വീണ്ടും അടുത്ത വരി ഹിന്ദി വായിക്കുക, എന്നിട്ട് മലയാളം വന്നിട്ട് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് നന്നാക്കി മനസ്സിലാവും. സെറ്റ് അല്ലേ? നമ്മുടെ എക്സാം പാറ്റേൺ ഒക്കെ മാറിയതാണ് അല്ലെ? പുതിയ പുതിയ പാറ്റേൺ ആണ്. വലിയ 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 നല്ല നല്ല കട്ടി ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്വാദന ടിപ്പണി നന്നാക്കി ഇതേപോലെ പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ മിസ് യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. പുതിയ കുറച്ച് വാക്കുകൾ ഉണ്ട്, അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ മിസ് ഇവിടെ മലയാളവും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അപ്പൊ നന്നാക്കിയിട്ട് അത് വായിച്ചു പഠിക്കാം. ഏതാണ്? മിലേ സബ്കോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കവിതയുടെ ആസ്വാദന ടിപ്പണി, ആശയം, കവിതാക്ക ആശയ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? എല്ലാരും അടിപൊളിയായിട്ട് പഠിക്കുന്നില്ലേ? എല്ലാരും പഠിക്കുക കേട്ടോ, എക്സാം ആവാനായിട്ടുണ്ട്. സെറ്റ് അല്ലേ മക്കളെ? യെസ്, താങ്ക് യു.